ഇപ്പോൾ അബിൻ വർക്കി യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടി ചേരുകയാണ്. അബിൻ, ഏറ്റവും പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിർമ്മാതാക്കളുടെ പ്രധാനപ്പെട്ട വാദം സെൻസർ ലഭിച്ച സിനിമയാണ് എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് സെൻസർ ബോർഡ് പല ചിത്രങ്ങളും സ്വീകരിക്കുന്ന നിലപാട്, സമീപനം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ നിലയിൽ സെൻസർ ബോർഡിന്റെ സംഘപരിവാർ അനുകൂല നടപടികൾക്കെതിരെ കൂടി ഉണ്ടാകുന്ന തിരിച്ചടിയായി വിലയിരുത്തിക്കൂടെ കോടതിയുടെ ഇടപെടലിനെ? തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനോട് ഇത് റീ എക്സാമിൻ ചെയ്യണമെന്ന് കൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയത് തന്നെ പ്രൈമ ഫേസിയ ഇതിനകത്തൊരു കമ്മ്യൂണൽ ഡിസ്ഹാർമണി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി. ഇത് നമ്മൾ നോക്കൂ, നമുക്ക് ഇതിന്റെ ടീസർ കണ്ടാൽ തന്നെ അറിയാം. ഇത് ബീഫ് നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കുന്നു. എങ്ങനെയാണ്? കുറെ മുസ്ലിം മതവിശ്വാസികൾ, ഒരു ഹൈന്ദവ വിശ്വാസിയെ മുസ്ലിം മതവിശ്വാസികൾ നിർബന്ധിച്ചുകൊണ്ട് ഈ ബീഫ് കഴിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ടീസർ തന്നെ. ഈ കേരളത്തിൽ എവിടെയെങ്കിലും, കേരള സ്റ്റോറിയാണല്ലോ, കേരളത്തിൽ എവിടെയെങ്കിലും എന്നെങ്കിലും ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണോ ഇങ്ങനെ ഒരു വിഷയം? ഇല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ ഇടയായ ഒരു സാഹചര്യത്തെ കുറിച്ചാണോ ഈ വിഷയം? അപ്പോൾ അതായത് ഇതൊരു പ്രൊപ്പഗാണ്ട ഫിലിമാണ്. ഇത് സംഘപരിവാർ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇവിടത്തെ കമ്മ്യൂണൽ ഡിസ്ഹാർമണി, ഇവിടത്തെ നമ്മൾ മതനിരപേക്ഷത തകർക്കാൻ വേണ്ടി ഉണ്ടാക്കി വിട്ട ഒരു പ്രൊപ്പഗാണ്ട ഫിലിമാണ്. അതിന്റെ ടീസറാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷിക്കുകയും പ്രഥമ ദൃഷ്ട്യ അതിനകത്ത് വസ്തുത ഉണ്ട് എന്ന് കണ്ടെത്തുകയും തുടർന്നതിനാണ് ഇന്ന് സ്റ്റേ കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, സെൻട്രൽ ബോർഡിനോട്, CBFCയോട് ഇതിനെ റീ എക്സാമിൻ ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ സംഘപരിവാറിനേറ്റ അടിയാണ്. ഇത് സംഘപരിവാറിനേറ്റ അടിയാണെന്ന് പറയാൻ കാരണം എന്താ? കേരള സ്റ്റോറിയുടെ ആദ്യ ഭാഗം ഏറ്റവും കൂടുതൽ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചതും പ്രദർശിപ്പിച്ചതും അതിനെ നെഞ്ചിലേറ്റി നടന്നതും സംഘപരിവാർ സംഘടനകളാണ്. കേരളത്തിലെ BJP ഉൾപ്പെടെ ഇത് കേരളത്തിലെ സ്റ്റോറിയാണ്. ഇത് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒട്ടേറെ വിഷയങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ്. എപ്പോഴാണ് അവർ പറയുന്നത്? കേന്ദ്ര സർക്കാർ പോലും പാർലമെന്റിൽ അങ്ങനെ ഒരു കേസ് കേരളത്തിൽ ആ തരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് അങ്ങനെ ഒരു പ്രചരണവുമായി, ഇങ്ങനെ ഒരു പ്രൊപ്പഗാണ്ട ഫിലിമായി ആദ്യഘട്ടത്തിൽ ഈ കേരള സ്റ്റോറി എത്തുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഈ കേരള സ്റ്റോറി വരുമ്പോൾ തന്നെ കേരളം ഒന്നാകെ തിരസ്കരിച്ചു എന്നുള്ളതാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായത്തിലൂടെ കൂടി മനസ്സിലാക്കുന്നത്. സത്യത്തിൽ ഈ സെൻസർ ബോർഡ് എന്തിനു വേണ്ടിയിട്ടാണ്? എമ്പുരാൻ ഒരാഴ്ച ഓടിയപ്പോഴേക്കും എമ്പുരാനിലെ ചിത്രങ്ങൾ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് ഉടനടി ഇടപെട്ട സെൻസർ ബോർഡാണ്. വിജയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ അനുമതി കൊടുക്കാത്ത സെൻസർ ബോർഡാണ്. സത്യത്തിൽ ഈ സെൻസർ ബോർഡ് ഇവിടെ കമ്മ്യൂണൽ ആയിട്ടുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള പ്രത്യേക പരിശീലനം ലഭിച്ച ഏതെങ്കിലും ഏജൻസിയാണോ? അപ്പൊ ഇതുപോലുള്ള സെൻസർ ബോർഡുകളെ കൂടി പിരിച്ചുവിടാനുള്ള നടപടികളാണ് സത്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉൾപ്പെടെ എടുക്കേണ്ടത്. എന്നിരുന്നാൽ തന്നെയും ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ, അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഹൈക്കോടതിയുടെ വിധി പ്രസ്താവമാണ്. പ്രസക്തമായ ഒരു പ്രതികരണം കൂടിയാണ് അബിൻ വർക്കിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.